പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഇതൊരു മനോഹരമായ സ്ഥലമാണ്. ഇറ്റലി എന്ന നാട്ടിൽ ആൽപ്സ് മലകളിലെ ചുറ്റും ഭംഗിയുള്ള മലകൾ. ഇവിടെ ഒരു ചെറിയ ദേവാലയം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് 1744 നിർമ്മിച്ച ഒരു ദേവാലയമാണെന്ന് പറയപ്പെടുന്നു. ഇതൊരു ചെറിയ പള്ളിയാണ്. ഇതിൽ 10-15 പേർക്ക് മാത്രമേ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വസിക്കുന്ന ഏതാനും ചിലർ ഇവിടെ വന്ന് ആരാധിക്കുന്നുണ്ടാകും. ഇതിൻ്റെ പുറകിൽ മുഴുവനും മലകളാണ്. ഇത് കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശരി, ആലയം എന്നാൽ എന്താണർത്ഥം? ദൈവത്തിൻ്റെ സാന്നിധ്യം. 1 കൊരിന്ത്യർ 1-9 യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് എഴുതിയിരിക്കുന്നു. നാം കർത്താവിനോടുള്ള കൂട്ടായ്മയ്ക്കായി, യേശുവോടുള്ള കൂട്ടായ്മയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേദവചനം പറഞ്ഞിരിക്കുന്നു. നിങ്ങളും ഞാനും യേശുവോട് കൂട്ടായ്മയോടെ ജീവിക്കണം. അതായത് യേശുവോടൊത്ത് നടക്കുന്ന ഒരു ജീവിതത്തെപ്പറ്റിയല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ്. യേശുവോടൊത്ത് നടക്കുക എന്നാൽ യേശുവോടൊത്തുള്ള കൂട്ടായ്മ. 2 പേർ ഒരുമിച്ച് നടക്കുമ്പോൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കും, അല്ലേ? കൂട്ടായ്മ, ഫെലോഷിപ്പ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ നാം യേശുവോട് കൂട്ടായ്മയുള്ളവരാകണം. യേശു നമ്മോട് കൂട്ടായ്മയുള്ളവനാവണം. ദേവാലയം അതിനുള്ളതാണ്. നാം എന്തിനാണ് ആരാധനയ്ക്ക് പോകുന്നത്? ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായി. അവിടെ ദൈവം നമ്മോട് സംസാരിക്കും. നാം പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കും. കൂട്ടായ്മയ്ക്കുള്ള ഒരു സ്ഥലമാണ് ദേവാലയം. അതുകൊണ്ടാണ് നാം മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുത്ത് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്. ശരി, ദിവസവും ദൈവത്തോട് കൂട്ടായ്മയുണ്ടാവണം, ഞായറാഴ്ച മാത്രമല്ല. അപ്പോൾ ദിവസവും രാവിലെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം യേശുവോടൊത്ത് കൂട്ടായ്മയിലാകുന്നു. ഇന്ന് ദൈവത്തോട് സംസാരിച്ചുവോ? യേശുവിനെ കണ്ടിരുന്നുവോ? യേശുവോട് കൂട്ടായ്മയുണ്ടോ? യേശുവോടൊത്ത് കൂട്ടായ്മയാവാനല്ലേ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വെറും അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തോട് കൂട്ടായ്മയുള്ള ഒരു ജീവിതം ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാണ് യേശു കുരിശിൽ തന്നെ ബലിയർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സമർപ്പിക്കുമോ? യേശുവേ, അങ്ങയോടുള്ള കൂട്ടായ്മയ്ക്കായി ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം. ഞാൻ അങ്ങയോട് കൂട്ടായ്മയുള്ള ഒരു ജീവിതം നയിച്ച് അങ്ങയോട് സംസാരിച്ച് അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നതുമായ ഒരു അനുഭവത്തെ എനിക്ക് തരണമേ. ഇന്ന് മാത്രമല്ല, ദിവസവും അങ്ങയോട് കൂട്ടായ്മയോടുകൂടി ഒരു ജീവിതം നയിക്കാനായി എന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ